വചനമൊഴി ജൂൺ 4. വചനഭാഗം 1 യോഹന്നാൻ 4:12-21. യോഹന്നാന്റെ സുവിശേഷം 17:1-5. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇവ പറഞ്ഞ ശേഷം ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയം വന്നിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ പ്രദാനം ചെയ്യേണ്ടതിന് എല്ലാവരുടെയും മേൽ അവിടുന്ന് അവന് അധികാരം കൊടുത്തിരിക്കുന്നുവല്ലോ. ഇതാണ് നിത്യജീവൻ, ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച ഈശോ മിശിഹായെയും അറിയുക. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോകസൃഷ്ടിക്ക് മുൻപ് എനിക്ക് അവിടുത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിച്ചത് ഈശോയെ സമീപിക്കേണ്ടത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത്, മറിച്ച് ആത്മരക്ഷ, നിത്യജീവൻ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈശോയെ സമീപിക്കുക എന്ന്. ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നു, എന്താണ് നിത്യജീവൻ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെയാണ് ഇന്ന് സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നത്. ആ പ്രാർത്ഥനയിൽ ഈശോ പറയുന്നുണ്ട്, എന്താണ് നിത്യജീവൻ? സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച ഈശോ മിശിഹായെയും അറിയുക എന്നതാണ് നിത്യജീവൻ. സത്യദൈവത്തെ അറിഞ്ഞ് നിത്യവും അവിടുത്തോടുകൂടെ ആയിരിക്കുന്നതാണ് നിത്യജീവൻ. ആ നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് ആത്മരക്ഷ. അതെപ്രകാരം സാധ്യമാകുമെന്നും ഈശോ ഇന്ന് തിരുവചനത്തിലൂടെ പറയുന്നു. പിതാവ് നിശ്ചയിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് അവിടുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. അങ്ങനെ പിതാവ് നിശ്ചയിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഈശോ പിതാവിനെ മഹത്വപ്പെടുത്തി. അങ്ങനെ തന്റെ കടമ പൂർത്തിയാക്കിക്കൊണ്ട് പിതാവിനോടൊത്ത് ആദിയിലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് ഈശോ പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ പക്കൽ നിന്ന് വന്ന ആത്മാവ് ദൈവത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ, ദൈവത്തിലേക്ക് തിരിച്ചുപോയി അവിടുത്തെ മഹത്വത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കണമെങ്കിൽ അവിടുന്ന് ഏൽപ്പിച്ചിട്ടുള്ള ജോലി പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനമായ കടമ എന്ന് തിരുവചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. നാം ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് പൂർത്തിയാക്കിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. അവിടുത്തെ മഹത്വത്തിൽ പങ്കാളികളാകുവാൻ നമുക്ക് സാധിക്കും. ഈശോ തന്റെ ജോലി പൂർത്തിയാക്കിക്കൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തിയതുപോലെ നമുക്കും ലഭിച്ചിട്ടുള്ള അനുദിന ജീവിത കടമകൾ, ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിത്യജീവൻ പ്രാപിക്കുവാൻ യോഗ്യമാക്കത്തക്ക വിധം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.